അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്ത എല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ടതാക്കി തരട്ടെ. അള്ളാഹു പൊരുത്തപ്പെടുന്നത് മാത്രം പറയാനും കേൾക്കാനും ചിന്തിക്കാനും അത് പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്ന വിഷയം മഹാനായ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അവർക്ക് ഫാറൂഖ് എന്ന ആ ഒരു പേര് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള അതിൻ്റെ ഒരു കാര്യമാണ് ഇന്ന് പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഒരു പ്രശ്നമുണ്ടാവുകയാണ്. ഒരു ജൂതനും ഒരു കപട വിശ്വാസിയും തമ്മിലുള്ളൊരു പ്രശ്നം. ആ രണ്ടു പേരും, ജൂതൻ പറഞ്ഞു, നമ്മുടെ ഈ പ്രശ്നത്തിന് മധ്യസ്ഥത വഹിക്കാൻ നമുക്ക് മുഹമ്മദിനോട് പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. കപടവിശ്വാസി പറഞ്ഞു, അഥവാ മുനാഫിഖ്, അവൻ പറഞ്ഞു, അത് വേണ്ട, നമുക്ക് വല്ല കണക്ക് നോക്കുന്നവൻ്റെ അല്ലെ ജ്യോത്സ്യൻ്റെ അങ്ങനെ എന്തെങ്കിലും ആളെടുക്കൽ ചെല്ലാം എന്ന് അവൻ പറഞ്ഞു. അവൻ്റെ അഭിപ്രായം അനുസരിച്ച് അവൻ പറഞ്ഞത് കഅബ് ബിൻ അഷ്റഫ് എന്ന് പറയുന്ന ഒരാളെടുക്കൽ പോകണം എന്നുള്ള രീതിയിലേക്കാണ് അവൻ്റെ ആ അഭിപ്രായം. അങ്ങനെയാണ് പോയത്. എന്തായാലും അവസാനം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഈ വിഷയം എത്തി. ഇവ രണ്ട് പേര് തമ്മിലുള്ള പ്രശ്നത്തിനൊരു മധ്യസ്ഥത പറയാൻ നബിതങ്ങൾ തയ്യാറായി. നബിതങ്ങൾ പറഞ്ഞു, ജൂതൻ്റെ അടുക്കലാണ് സത്യമുള്ളത്, ജൂതൻ്റെ വാദമാണ് ന്യായവും. പക്ഷേ ഇത് കപടവിശ്വാസിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ ഇതുകൊണ്ട് തൃപ്തിയാകാതെ വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് വിഷയം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂൽ വിധി പറഞ്ഞ ഒരു വിഷയത്തിൽ ഇനി ആരോടും ചോദിക്കേണ്ട, അത് അംഗീകരിക്കാം, അതാണ് സത്യം. അതുകൊണ്ടും തൃപ്തിയായില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വിഷയങ്ങളൊക്കെ കേട്ട സമയത്ത്, അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് പറഞ്ഞത്, ജൂതൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ളതാണ് അവരൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതൊന്നും കൊണ്ടും തൃപ്തി വരാതെയാണ് തൻ്റെ അടുക്കൽ വന്നിട്ടുള്ളത് എന്നും കൂടെ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പോൾ ഞാൻ വരാം, അവിടെ നിൽക്ക്. എന്നിട്ട് ഉള്ളിൽ നിന്ന് ഊരി പിടിച്ച വാളെടുത്ത് കൊണ്ടുവന്ന് ഈ മനുഷ്യനെ വധിച്ചു കളഞ്ഞു. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് പിന്നെ സംശയമുണ്ടോ, അവൻ ജീവിക്കാൻ അർഹനല്ല എന്നുള്ളതാണ് അന്നത്തെ ഒരു നിയമം. അതുകൊണ്ട് ആണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തത്. പക്ഷേ അതൊരു വിഷയമായി. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ, ആ കപടവിശ്വാസിയുടെ കുടുംബങ്ങൾ വലിയ വിഷയമാക്കി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ പരാതിയുമായി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ചോദിച്ചു, എന്താണ് വിഷയം? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ, അങ്ങൊരു വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അത് അംഗീകരിക്കാൻ സന്നദ്ധനല്ലെങ്കിൽ അവന് ജീവിക്കാൻ അർഹനല്ല, അതുകൊണ്ടാണ് ഞാൻ അവനെ വധിച്ചത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനവുമായി വഹിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്.
സൂറത്തു നിസാഇൻ്റെ 60-ാമത്തെ ആയത്ത് അപ്പോഴാണ് അവതരിച്ചത്. ആ ആയത്തിൻ്റെ അർത്ഥങ്ങൾ എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലല്ലദീന യസ്ഉമൂന അന്നഹും ആമനൂ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക യുരീദൂന അൻ യതഹാകമൂ ഇലത്താഗൂത്ത് ഫഖദ് ഉമിറൂ أن يكفروا به ويريد الشيطان أن يضلهم ضلالا بعيدا. അതായത് ഈ ആയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു വിഷയവുമായി ഇറങ്ങിയതാണ് എന്നതാണ് ഖുർആൻ വിശദീകരിച്ച മുഫസ്സിറുകൾ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ള ഒരുപാട് മുഫസ്സിറുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് സത്യവും അസത്യവും വേർതിരിച്ച് വ്യക്തമാക്കി പറഞ്ഞ ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഫാറൂഖ് അഥവാ സത്യവും അസത്യവും വേർതിരിക്കുന്ന ആൾ എന്നുള്ള ആ ഒരു പേരിൽ ഉമർ റളിയല്ലാഹു അൻഹു അറിയപ്പെടാനുള്ള സാഹചര്യം ഇതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ഉമർ ഫാറൂഖാണ്, സത്യവും അസത്യവും വേർതിരിക്കുന്ന, അത് വേർതിരിച്ച് പറയാനും അത് ശക്തിയായി പറയാനും കഴിവുള്ള ഒരാളാണ് ഉമർ. വഖാല ജിബ്രീൽ ഇന്ന ഉമർ എന്ന് പറയണത് സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ആളാണ്. അതിനുശേഷമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഉമറുൽ ഫാറൂഖ് എന്ന് പേര് വിളിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു അത്ര ധീരനാണ്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആ ഒരു സാഹചര്യം എങ്ങനെയാണ്? അബൂജഹലിൻ്റെ ഒരു ഇനാം പ്രഖ്യാപനമുണ്ട്. മുഹമ്മദിൻ്റെ തല ആര് കൊണ്ടുവന്നാലും 100 ഒട്ടകം അവന് കൊടുക്കും. ഈ ഒട്ടകം കിട്ടാൻ വേണ്ടി ഖുറൈശി യുവാക്കൾ വിവിധങ്ങളായ പ്രദേശങ്ങളിലൂടെ ഓടി സഞ്ചരിച്ച് നടക്കുന്ന സമയം വളരെ ദേഷ്യത്തോടെ അള്ളാഹിൻ്റെ റസൂലിനെ എപ്പോൾ കിട്ടിയാലും വധിച്ച് കളയാനുള്ള ആ ഒരു സന്നദ്ധതയോടുകൂടെ ഉമർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോകുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ഒരു വിവരം അറിയുന്നത്. അതായത് തൻ്റെ സഹോദരിയും സഹോദരി ഭർത്താവും മുസ്ലിം ആയിട്ടുണ്ട്, നബിതങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് എന്ന വിവരം അറിയേണ്ടത്. ആ വിവരമൊന്ന് അറിയാൻ വേണ്ടി, അവരൊന്ന് വകവരുത്താൻ വേണ്ടി, അവരൊന്ന് നശിപ്പിക്കാൻ വേണ്ടി വളരെ ദേഷ്യത്തോടെ പോകുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെ വധിക്കണം, നബിയാണല്ലോ ഇതിനൊക്കെ കാരണക്കാരൻ, നബിനെ വധിക്കണം, ഈ ദേഷ്യത്തോടെ നല്ല മൂർച്ചയുള്ള വാളുമായി പോകുമ്പോഴാണ് തൻ്റെ സഹോദരിയും ഭർത്താവും ഖുർആൻ ഓതുന്നത് കേൾക്കുന്നത്. എന്താണ് അവർ ഓതുന്നത്? അവർ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. ഇങ്ങനെ ആ സൂറത്ത് ഇങ്ങനെ ഓതുന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടത്. ഉമർ റളിയല്ലാഹു അൻഹു ആ കേട്ട സമയത്ത് അതിൽ ആകൃഷ്ടനാവുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആ ഒരു ആത്മീയമായ ആ ഒരു
ശബ്ദത്തിൽ അവർ ഉമറുല്ലാനും എല്ലാം ലയിച്ച് ചേരുന്നൊരവസ്ഥയുണ്ടാകും. ഉമറുല്ലാൻ്റെ മനസ്സിലേക്ക് അതൊരു താല്പര്യമായി, ഇനിയും കേൾക്കണമെന്നുള്ളിടത്തായി. കാരണം അന്നുവരെ ഖുറൈശി യുവാക്കൾക്ക് ഖുർആൻ കേൾക്കാൻ അനുമതി കൊടുക്കുമായിരുന്നില്ല അബൂജഹൽ. അവരോടൊക്കെ അബൂജഹൽ പറഞ്ഞിരുന്നത് ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കാൻ പാടില്ല എന്നായിരുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഖുർആൻ കേട്ടവരൊക്കെ ഈ ദീനിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന ചിത്രമാണുണ്ടാകുന്നത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഖുർആൻ കേൾക്കുമ്പോൾ ഇത് കേട്ട് അതിൽ ആകൃഷ്ടനായി നബി തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നൊരവസ്ഥയിലേക്ക് എല്ലാവരും വരികയാണ്. ഒരു വട്ടം കേട്ടവരൊന്നും അബൂജഹലിൻ്റെ ടീമിൽ പിന്നെ വരുന്നില്ല. പിന്നെ അവർ റസൂലുള്ളാഹിൻ്റെ കൂടെ കാണുന്നത് അവരെ. ഇതാണ് അബൂജഹലിനെ ചൊടിപ്പിച്ചത്. അപ്പോൾ അബൂജഹൽ ഉത്തരവ് പ്രഖ്യാപിച്ചു, ആരും ഈ ഖുർആൻ കേൾക്കാൻ പാടില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു കേട്ടു. ഉമർ റളിയല്ലാഹു സഹോദരിയെ വിളിച്ചു, എനിക്ക് ഖുർആൻ ഓതി തരാൻ പറഞ്ഞു. സഹോദരി പറഞ്ഞു, ഇതങ്ങനെ എനിക്ക് കേൾക്കാൻ പറ്റില്ല, അങ്ങനെ എനിക്ക് തൊടാൻ പറ്റില്ല, കാരണം നീ ശുദ്ധിയായിട്ട് വാ, കുളിച്ച് ശുദ്ധിയായിട്ട് വാ, മുസ്ലിമാകണം, എന്നെങ്കിലും എനിക്ക് പാരായണം ചെയ്യാൻ കഴിയും. അങ്ങനെ നബി തങ്ങളുടെ അടുക്കൽ ചെന്ന് ഇസ്ലാം സ്വീകരിച്ചു. അള്ളാഹിൻ്റെ റസൂലിനെ വകവരുത്താൻ വാളുമായി ഇറങ്ങിയ ഉമർ റളിയല്ലാഹു അൻഹു പുണ്യ നബി തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് വിശുദ്ധമായ ദീൻ്റെ ആ സന്ദേശത്തിൽ ആകൃഷ്ടനായി ഇസ്ലാം സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അന്ന് 28 വയസ്സാണ്. ഉമർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചു. ഉമർ റളിയല്ലാഹു പിന്നെ അന്ന് ഇസ്ലാമിക പ്രബോധനം രഹസ്യമായി നടത്തുന്ന സമയമാണ്. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ, ഇത് നമ്മൾ എന്തിന് രഹസ്യമാക്കി വെക്കണം? നമ്മളാരെ ഭയപ്പെടണം? ഇത് സത്യമായി പുറത്ത് പറയേണ്ടതല്ലേ, ഇത് പരസ്യമാക്കേണ്ടതല്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെടുകയും അങ്ങനെ ദീന് പരസ്യമാവുകയും ചെയ്തു. ദീന് പരസ്യമായി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സജീവമായി എല്ലാ കാര്യങ്ങൾക്കും മുമ്പിലുണ്ടായിരുന്നു മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഭാര്യയായ ഹഫ്സ ബീബിയുടെ പിതാവും കൂടിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹാബി വര്യനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഉമറെ, നിങ്ങൾ ഒരു വഴിയിൽ കടന്നാൽ ആ വഴിയിൽ പിശാച് കടക്കുകയില്ല. സഹീഹുൽ ബുഖാരി. നിങ്ങളൊരു വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിയിൽ പിന്നെ പിശാച് വരൂല ഉമറെ, അത്ര ഭയാണ് നിങ്ങളെ എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? മാ മിൻ നബിയിൻ വലൗ വസീറാനി മിൻ അഹ്ലിസ് സമാ വവസീറാനി മിൻ അഹ്ലിൽ അർള്. ഏതൊരു നബിയും ആ നബിക്ക് 2 മന്ത്രിമാരുണ്ടായിട്ടല്ലാതെ, ആ നബിക്ക് 2 മന്ത്രിമാരുണ്ടാകും. ആകാശത്തിൽ 2 മന്ത്രിമാരുണ്ട്, ഭൂമിയിൽ 2 മന്ത്രിമാരുണ്ട്. അങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും ഉണ്ടാകും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, എൻ്റെ ആകാശത്തിലുള്ള 2 മന്ത്രിമാർ അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, മീകായിൽ അലൈഹിസ്സലാമാണ്. ഭൂമിയിലുള്ള എൻ്റെ 2 മന്ത്രിമാരൊന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്, 2 ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ആ 2 പേരും അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. പരിശുദ്ധമായ ആ റൗള ഷരീഫിൽ അല്ലാഹു അനുഗ്രഹിക്കണേ അല്ലാഹ്, അത് സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വലിയ നീതിമാനാണ്. നീതിയോടുകൂടെ ഭരണം നടത്തിയ ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു ഭരണത്തിനിക്ക് തുടക്കം കുറിക്കുന്നത് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടാണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ എല്ലാവരും സർവ്വസമ്മതം തെരഞ്ഞെടുത്ത ഖലീഫയാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു.
അമീറുൽ മുഅ്മിനീൻ എന്ന് ആദ്യമായി വിളിച്ചു തുടങ്ങിയത് അവരെയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത ആദ്യ സമയത്ത് സ്വഹാബിമാരൊക്കെ ഒരുമിച്ച് കൂടിയ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ സ്വഹാബിമാരോട്, അല്ലയോ സ്വഹാബാക്കളെ, ഞാൻ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ഞാൻ എതിര് ചെയ്യുന്ന പക്ഷം നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ വാളുകൊണ്ട് തങ്ങളെ വധിച്ചു കളയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് വല്ലാതെ സ്നേഹം കാണിച്ചു, അവനെ പ്രോത്സാഹിപ്പിച്ചു. എല്ലാവരും അങ്ങനത്തെവരാവണം, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാകണം എന്നുള്ളതാണ് ഉമർ റളിയല്ലാഹു അൻഹു. രാത്രിയുടെ യാമങ്ങളിൽ നടന്നു നീങ്ങി ഓരോ അനുയായിയുടെയും ഓരോ നാട്ടുകാരൻ്റെയും ഓരോ പ്രജകളുടെയും ക്ഷേമ അന്വേഷണങ്ങൾക്ക് വേണ്ടി, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ചു മഹാനായ ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന ഭരണാധികാരി റളിയല്ലാഹു അൻഹു. ഭരണത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ നീതിമാനാണ്, വളരെ സത്യസന്ധനാണ്, അല്ലാഹുവിനെ ഭയപ്പെട്ട ആളാണ്. കാരണം പൊതുമുതൽ കൈകാര്യം ചെയ്യുന്ന കാര്യമാണല്ലോ, വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് പൊതുഖജനാവ് കൈകാര്യം ചെയ്തത്. മാത്രമല്ല, നീതി ഉറപ്പാക്കാൻ വേണ്ടി അള്ളാഹുവിനെ ഭയപ്പെടുന്നതിനെ ഒന്നും കൂടെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരാളെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കൂലിക്ക് വെച്ചു. അതും തൻ്റെ ഖജനാവിലുള്ള വരുമാനം കൊണ്ടല്ല, തൻ്റെ കീശയിൽ നിന്ന് ശമ്പളം കൊടുത്തിട്ട്. എന്താണ് അയാളുടെ ജോലി? ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഭക്ഷണം ഉണ്ടാക്കാനോ വസ്ത്രം കഴുകാനോ ഒന്നുമല്ല, മരിക്കും ഉമറേ എന്ന് പറയാൻ വേണ്ടി. എപ്പോഴും ഒരാൾ മരിക്കും എന്ന് പറയാം. ഇതിനൊരാളെ കൂലിക്ക് നിർത്തി. താടികൾ നിരച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി നിങ്ങൾ വേണ്ട, എനിക്ക് തന്നെ ഓർമ്മ വരും മരിക്കും എന്നുള്ളത്. അത്ര സൂക്ഷ്മത പാലിച്ചാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പോലും പറഞ്ഞത്, നമ്മുടെ ഇന്ത്യയിൽ ഒരു ഭരണം വരികയാണെങ്കിൽ ഉമറിൻ്റെ ഭരണം വരണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഗോഡ്സെ വെടിവെച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇസ്ലാമിക ഭരണം എന്നല്ല, നീതിയുള്ള ഭരണം വരണം എന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിലുള്ളതാണ്. എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കി ഉമർ റളിയല്ലാഹു അൻഹു. എല്ലാവർക്കും ഖജനാവിലെ സമ്പത്ത് വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്തു. നാട്ടുകാർക്ക് ഐശ്വര്യം ഉണ്ടായി. ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നു. ഷ്യാം, അതുപോലെ ഫലസ്തീൻ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ, ട്രിപ്പോളി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നു. ഈജിപ്ത്, ആ രാജ്യങ്ങളിലൊക്കെ ഗവർണർമാരെ നിയമിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. ഈജിപ്തിലേക്ക് ഗവർണറായി പോയത് ഉമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ്. ഈജിപ്തിലൊരു സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതായത്, ഈജിപ്തിൽ നൈൽ നദി ഒരു വർഷത്തിലൊരു ദിവസം അത് ഒഴുകാതെ കെട്ടി നിൽക്കും. അങ്ങനെ വെള്ളം വീടുകളിലൊക്കെ കയറി വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അന്ന് ആ വെള്ളം പിന്നെ ഒഴുകാൻ വേണ്ടി അവർ ചെയ്തിരുന്നത്, ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിയിച്ച് അതിലെറിയലാണ്. ഇങ്ങനെ അന്ധവിശ്വാസം അവർ ചെയ്തിരുന്നു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അവിടെ ചെന്നപ്പോൾ ഇതാണ് സംഭവം. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് നമുക്ക് ചെയ്യാൻ പാടില്ല, നമുക്ക് അമീറുൽ മുഅ്മിനീനോട് അഭിപ്രായം ചോദിക്കാം. അങ്ങനെ ഈജിപ്തിൽ നിന്ന്
ഉമർ ബിൻ അസ്വർ റളിയല്ലാഹു അൻഹു ഉമർ അള്ളാഹുവിന് കത്തെഴുതി, ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ഉമർ അള്ളാഹുവിന് ഒരു കത്തെഴുതി. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതുകയാണ്. ഉമർ അള്ളാഹുവിന് പറഞ്ഞു, ഇനി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇന്ന ഹാദാ മിമ്മാ ലാ യകൂനു ബിൽ ഇസ്ലാം ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ ഫഅലു. നിങ്ങൾ മുമ്പ് ചെയ്തൊക്കെ അല്ലാഹ് പുറത്തു തന്നു, ഇനി നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇതുവരെ നിങ്ങളങ്ങനെ ചെയ്തു, ഇനി ചെയ്യരുത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു നൈൽ നദിക്കൊരു കത്തെഴുതുകയാണ്. കത്തിലുള്ളത് എന്താ? മിൻ അബ്ദില്ലാഹി ഉമർ അമീരിൽ മുഅ്മിനീൻ ഇലാ നൈൽ അഹ്ലി മിസ്ർ. മിസ്റുകാരുടെ നൈൽ നദിക്ക് അള്ളാഹുവിൻ്റെ അടിമയായ അമീറുൽ മുഅ്മിനീനായ ഉമറിൻ്റെ എഴുതുന്നത്. എന്നിട്ട് എഴുതുകയാണ്, അമ്മാ ബഅദ്, നൈൽ നദിയെ നീ സ്വന്തം ഒഴുകാണെങ്കിൽ നീ ഒഴുകണ്ട, നിന്നെക്കൊണ്ട് ഞങ്ങൾക്കൊരു ആവശ്യമല്ല. പക്ഷേ അള്ളാഹുവാണ് നിന്നെ ഒഴുക്കുന്നതെങ്കിൽ, അള്ളാഹു ആണല്ലോ ഒഴുക്കുന്നത്, പുഴ ഒഴുക്കുന്നതും കടലൊഴുക്കുന്നതും ഒക്കെ അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് നിന്നെ ഒഴുക്കുന്നതെങ്കിൽ നീ ഒഴുകണം എന്ന് പറഞ്ഞു. ഏകനായ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്ത് എഴുതിയിട്ട് ആ എഴുത്ത് നൈൽ നദിയിൽ കൊണ്ടുപോയിടാൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ച് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആ കത്ത് നൈൽ നദിയിൽ കൊണ്ടുപോയിട്ടപ്പോൾ നൈൽ നദി ഒഴുകി. നൈൽ നദി ഒഴുകാൻ തുടങ്ങി. അന്ന് വരെ ചെയ്തിരുന്ന ആചാരങ്ങളൊന്നും പിന്നെ ചെയ്തില്ല. പെൺകുട്ടിയെ ആഭരണമണിയിച്ച് വസ്ത്രമണിയിച്ച് ഇട്ടില്ല. ഈ കത്താണ് ഇട്ടപ്പോൾ ഇന്നോളം നൈൽ നദി സുഖമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നൈൽ നദി സ്വർഗീയ നദിയാണല്ലോ. ആ നൈൽ നദി ഒഴുകി. എന്തുകൊണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു അത്ര പവറുള്ള ആളാണ്. റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കത്ത് നദിയിലിട്ടപ്പോൾ ഒഴുകാൻ മാത്രം നൈൽ നദി ഉമർ റളിയല്ലാഹു അൻഹുവിനെ അനുസരിച്ചു എങ്കിൽ അള്ളാഹു എന്താ പറഞ്ഞത്? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അള്ളാഹുവിനെ ആരെങ്കിലും ഭയപ്പെട്ടാൽ അള്ളാഹുവിനെ അവർ ഭയപ്പെടും. അള്ളാഹിനെ ആരെങ്കിലും ഭയപ്പെട്ടാൽ അവരെ എല്ലാവരും ഭയപ്പെടും. എല്ലാ വസ്തു ഭയപ്പെടും. അതാണ് ഇത് സംഭവം. അൽ-ബിദായത്തു വൻ-നിഹായയുടെ ഇബ്നു കസീർ എഴുതിയ അൽ-ബിദായത്തു വൻ-നിഹായ എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിൻ്റെ 7ാമത്തെ വാള്യത്തിൻ്റെ 115, 114 പേജിൽ നമുക്ക് ഈ സംഭവം കാണാം. സത്യസന്ധമായൊരു സംഭവമാണ്. ഇങ്ങനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുപാട് കാര്യങ്ങളാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ രാജ്യത്ത് നടപ്പാക്കിയത്. പാവപ്പെട്ടവർക്കൊരു അത്താണിയായി, കഷ്ടപ്പെടുന്നവനൊരു സഹായിയായി, അതുപോലെ ഒരുപാട് ഗുണങ്ങൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയാനുണ്ട്. തറാവീഹ് നിസ്കാരം ഒരു ഇമാമിൻ്റെ നേതൃത്വത്തിലായി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയതാണ്. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. അന്നുവരെ അത് ഒരു ഇമാമിൻ്റെ കീഴിൽ ഒരു ഏകീകരണ സ്വഭാവമില്ലാതെ ഓരോരുത്തരും ഇങ്ങനെ നിസ്കരിച്ചു വരികയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തറാവീഹ് നിസ്കരിച്ചത് 3 ദിവസമാണ്. 4ാമത്തെ ദിവസമായപ്പോൾ നബി തങ്ങൾക്ക് മനസ്സിലായി ആളുകൾ കൂടിക്കൂടി വരികയാണ്. ആവേശം കൊണ്ട് ഇത് ഫർളാക്കിയാൽ
എൻ്റെ സമുദായം പ്രയാസപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4-ാമത്തെ ദിവസം പള്ളിയിലേക്ക് വന്നില്ല. വാതിൽ മുട്ടി, പള്ളിയിലേക്ക് വന്നില്ല. സുബഹി ആയപ്പോൾ നബി തങ്ങൾ വിശദീകരിച്ചു, ഞാൻ വരാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇത് എങ്ങാനും ഫർളാക്കിയാൽ നിങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയൂല, അത് മനസ്സിലാക്കിയിട്ട് ഞാൻ വരാതിരുന്നതാണ്. പിന്നീട് അങ്ങനെ നിസ്കരിച്ചു. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലമായപ്പോൾ ഉമർ റളിയല്ലാഹു ഒരു ഇമാമിനെ വെച്ച്, ഒരു കാരീനെ വെച്ചിട്ട് തറാവി നിസ്കരിച്ചു. ഉമർ റളിയല്ലാഹു ഒരു പങ്കെടുത്തു മാമുമായിട്ട്. അത് എത്രയാണ്? 20 റക്അത്താണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു നിസ്കരിച്ചത് 20 റക്അത്ത്. അതെന്നെ ആയിരിക്കൂലേ റസൂലുള്ളാഹി നിസ്കരിച്ചതും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഉമർ റളിയല്ലാഹു റസൂലുള്ളാഹിക്ക് എതിര് ചെയ്യൂല. റസൂലുള്ളാഹിൻ്റെ സ്വഹാബിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. നമ്മൾ തറാവി 20 റക്അത്ത് നിസ്കരിച്ചു. എന്നാൽ 11 റക്അത്ത് റസൂലുള്ളാഹി റമദാനും അല്ലാത്ത കാലത്ത് നിസ്കരിച്ചു എന്ന് പറയുന്നത് വിത്റാണ്. റമദാൻ അല്ലാത്ത കാലത്ത് തറാവീഹ് ഇല്ല. തറാവീഹ് റമദാനിൽ മാത്രമുള്ളതാണ്. അപ്പോൾ റമദാനിലാകുമ്പോൾ വിത്തറിനെ പറ്റി ഖിയാമുൽ ലൈൽ പറയും, തറാവീഹ് ഖിയാമുൽ ലൈൽ അല്ല. തറാവീഹാണ്. വിത്തർ റമദാനിൽ നിസ്കരിക്കുമ്പോൾ അതിന് നമ്മൾ ഖിയാമുൽ ലൈൽ എന്ന് പറയും. 11 റക്അത്ത് ആയിട്ടാണ് ഇതിൻ്റെ പൂർണ്ണത. ചുരുങ്ങിയത് 1 റക്അത്ത്, അതിൻ്റെ ഒരു മിതമായ രീതി 3 റക്അത്ത്. ഇങ്ങനെയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു കാര്യം നടപ്പാക്കിയത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് എല്ലാ മുസ്ലിങ്ങളും. ഒരു 8 റക്അത്ത് തറാവി നിസ്കരിക്കാൻ ഒരു തെളിവും എവിടെയില്ല. 8, 3, 11 എന്താണ് ഇപ്പോൾ കണക്ക്? ഒരു തെളിവ് അതിനില്ല എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തെളിവുള്ളവർ കൊണ്ടുവരട്ടെ. 8 റസൂലുള്ളാഹി നിസ്കരിച്ചു, സഹാബത്ത് നിസ്കരിച്ചു എന്നുള്ളത് തെളിവുണ്ടെങ്കിൽ അവർ കൊണ്ടുവരട്ടെ. തെളിവില്ല. തെളിവ് കൊണ്ടുവരാനും കഴിയൂല. ഉണ്ടെങ്കിലല്ലേ കൊണ്ടുവരാൻ. 20 റക്അത്താണ് തറാവീഹ് എന്ന് ഉമർ റളിയല്ലാഹു നിസ്കരിച്ചതിലൂടെ നമുക്ക് ബോധ്യപ്പെടും. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ നടപടിക്രമത്തെ ഒരു സഹാബിയും ചോദ്യം ചെയ്തിട്ടില്ല. കാരണം ഉമർ റളിയല്ലാഹു അള്ളാഹിൻ്റെ റസൂലിന് എതിര് ചെയ്യായിരുന്നെങ്കിൽ സ്വഹാബികളത് ചോദ്യം ചെയ്യും. കാരണം സ്വഹാബികൾ ദീനാണ് അവർക്ക് വലുത്. അങ്ങനെയാണ് അവരുടെ രീതി. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അനുസരിക്കുന്നവർ, യഥാർത്ഥ ദീനിൻ്റെ ആളുകൾ 20 നിസ്കരിക്കേണ്ടത്. 8 എന്നുള്ള രീതിയിലേക്ക് നിസ്കരിക്കൽ തെറ്റാണ്. അത് ബിദ്അത്താണ്. അങ്ങനെ ഒരു വിശ്വാസത്തോടെ നിലകൊള്ളൽ ബിദ്അത്താണ്. റസൂലുള്ളാഹിൻ്റെ ചര്യയ്ക്ക് എതിര് പ്രവർത്തിക്കലാണ്. ഒരാൾക്ക് 20 നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, അപ്പോൾ ഇതിനയാൾ അവശനായി. അയാൾ 16 നിർത്തിയാൽ 12 നിർത്തി. പിന്നെ അയാൾക്ക് നിസ്കരിക്കാൻ കഴിയണില്ല, അയാൾ ക്ഷീണിച്ചു. എന്നാൽ കുഴപ്പമില്ല, അതിൻ്റെ കൂലി കിട്ടും. പക്ഷെ 8 എന്ന് വിചാരിച്ചാൽ അത് ബിദ്അത്താണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. ഒരുപാട് ഇനിയും ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷേ വീഡിയോയുടെ ദൈർഘ്യം ഭയന്നുകൊണ്ട് നിർത്തുകയാണ്. ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ. ഉമർ റളിയല്ലാഹു ഒരു ബുധനാഴ്ചയാണ് കുത്തേൽക്കുന്നത്. ഒരു കുത്തേറ്റ് വെള്ളിയാഴ്ച മരണപ്പെടുകയാണ്. മുഹറം 1 മരണപ്പെടുന്നത്. റളിയല്ലാഹു കുത്തേറ്റ് സുബഹിസ്കാരത്തിന് പള്ളിയിൽ വന്നപ്പോഴാണ് കുത്തേൽക്കുന്നത്. കുത്തേറ്റവൻ നല്ല വിഷം ഊട്ടിയ ഒരു കടാരിയുമായിട്ടാണ് കുത്തിയത്. കുത്തിയപ്പോൾ എല്ലാവരെയും കുത്തി, അവിടെയുള്ള തടയാൻ വന്ന എല്ലാവരെയും കുത്തി. എല്ലാവർക്കും മുറിവ് വന്നു. അങ്ങനെ ഒരാൾ പിടികൂടി എന്ന് ഉറപ്പായപ്പോൾ സ്വന്തം കത്തി കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടാണ് അവൻ മരണപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ കാണാം.
അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന ഒരാളാണ് അങ്ങനെ ചെയ്തത്. 63 വയസ്സാണ് അന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. 10 കൊല്ലവും 6 മാസവും 4 ദിവസവുമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് ഭരണം നടത്തിയത്. മസ്ജിദുൻ നബവി, മസ്ജിദുൽ ഹറാമൊക്കെ ഒരുപാട് വികസിപ്പിച്ചത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്താണ്. ഇങ്ങനെ ഒരു വലിയ മഹാനാണ് ഉമർ റളിയല്ലാഹു അൻഹു. നല്ല നീളമുള്ള ഒരാളാണ്, നല്ല താടിയുള്ള ഒരാളാണ്. അള്ളാഹു അവരെ സ്വർഗത്തിൽ കാണാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വഫാത്തായ എൻ്റെ തൊട്ട് മുമ്പ് ആ കുത്തേറ്റ് രോഗത്തിൽ കിടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ കുത്തിയത് ഒരു മുസ്ലിം അല്ലാത്ത ആളായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അങ്ങനെ മുസ്ലിം കുത്തുമ്പോൾ ദീനിന് എതിര് ചെയ്തതിൻ്റെ പേരിലാണല്ലോ കുത്തുക. ഇത് ദീനിന് വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിലാണല്ലോ കുത്തുന്നത്. എന്നിട്ട് അബ്ദുള്ള എന്ന് പറയുന്ന ഉമർ റളിയല്ലാഹുവിൻ്റെ പൊന്നുമോനോട് പറഞ്ഞു, നിങ്ങൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് എനിക്ക് അവിടെ ഒരു ഖബർ വേണമെന്ന് പറയൂ. അപ്പോൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നവർ പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ഈ സ്ഥലം ഞാൻ എനിക്ക് വേണ്ടി എടുത്തു വച്ചതായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്നു, എന്നെക്കാൾ ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പരിഗണിക്കുന്നു എന്ന് വളരെ ബഹുമാനത്തോടെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഖബറടക്കം ചെയ്യപ്പെടാൻ ആയിഷ റളിയല്ലാഹു അൻഹു. കാരണം ആയിഷ റളിയല്ലാഹുവിൻ്റെ വീടാണത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹു സിയാറത്ത് ചെയ്യുമ്പോഴൊക്കെ വളരെ ബഹുമാനത്തോടെ ആയിരുന്നു പോയിരുന്നത്. അവിടത്തൊക്കെ നല്ല മറച്ചിട്ടായിരുന്നു പോയിരുന്നത്. കാരണം അവിടെ കിടക്കുന്ന ഒന്ന് റസൂലുള്ളാഹിയാണ്, ആയിഷാൻ്റെ ഭർത്താവാണ്. 2 സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷാവിൻ്റെ പിതാവാണ്. ഉമർ റളിയല്ലാഹു അൻഹു അന്യ ആളാണ്. അപ്പോൾ ആ മരണപ്പെട്ട ആളുടെ മുമ്പിൽ പോലും ആയിഷ റളിയല്ലാഹു അൻഹ വളരെ ബഹുമാനത്തോടെയാണ് കൈകാര്യങ്ങൾ ചെയ്തിരുന്നത്, അവിടെ സിയാറത്തിന് പോയിരുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.